ഒരിക്കലും അച്ഛൻ്റെ എന്നോട് വിചാരിക്കും നമ്മളെല്ലാവരും മാക്സിമം മെയിനായിട്ട് ആൾക്കാരെ പഠിപ്പിക്കുകയാണ് 14 മണിക്കൂർ മാക്സിമം ഒരു മനുഷ്യൻ ബിസിനസ് ജോലി ചെയ്യാൻ പറ്റും. അതിനകത്ത് 1000 രൂപ ഉണ്ടാക്കുന്നുണ്ട്, 10,000 ഉണ്ടാക്കുന്നുണ്ട്, കോടികൾ ഉണ്ടാക്കുന്നുണ്ട് 14. പക്ഷേ ഒരു ദൈവമകനെ സംബന്ധിച്ചോളം ബിസിനസ് സക്സസ്സാണ് മുട്ടയിലിരുന്നേൽ 2 കാര്യമാണ് അച്ഛൻ്റെ സക്സസ്. ഒന്ന്, ദൈവത്തെ ഭയമുള്ള ഒരു മനുഷ്യനായി. 2, ഒത്തവണെങ്കിൽ ഒരു ഭാര്യ. ബിസിനസ്സിലും ജീവിതത്തിലും എല്ലാം ഒരു കംപ്ലൈന്റ് ഇല്ലാതെ അമ്മയുടെ മരണത്തിന് ഒരു മാസം മുമ്പേ ബിസിനസ്സിനും എല്ലാത്തിലും കൂടെ നിന്ന് ബിസിനസ് ചെയ്ത ഒരു ഭാര്യ. പിന്നെ ദൈവത്തെയുള്ള ഭയം. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ജോലിയാണെങ്കിലും ബിസിനസ് ആകുമ്പോൾ ആർക്കെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവരോടുള്ള ദൈവത്തിന്റെ ഭയത്തെ ഓർത്താണ് ബിസിനസ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ബിസിനസ് സക്സസ് ആയിട്ടുള്ളത്. നമ്മളെല്ലാം ഒത്തിരി അവിടെ കൊടുത്തെന്ന് പറയുന്നു, ഇവിടെ കൊടുത്തെന്ന് പറയുന്നു, ഇതെല്ലാം ദൈവത്താൽ നടന്ന ഒരു സംഭവമാണ്. ഞാൻ അച്ഛനെ ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട്, ഒത്തിരി അച്ഛനെ പഠിച്ചിട്ടുമുണ്ട്. അപ്പം ആ അച്ഛൻ്റെ ഭൗതിക നന്മകൾ എല്ലാം നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായത് അച്ഛനും ദൈവവുമായിട്ടുള്ള കണക്ഷൻ്റെ റിസൾട്ട്. പിന്നെ അമ്മയുടെ ആ സൗഹൃദ ബന്ധം ആരെയൊന്നും മാത്രമല്ല, കൂട്ടിൽ നിന്ന് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ അന്ത്യത്തോളം കൂടെ തന്നെ എല്ലാത്തിലും, ബിസിനസ് ആണെങ്കിലും മക്കളെ വളർത്തുന്ന കാര്യമാണെങ്കിലും മക്കളെ വഴക്ക് പറയുന്ന കാര്യത്തിലാണെങ്കിലും അച്ഛനോട് വഴക്കുണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാത്തിലും ഒത്തിരി നിന്ന് വളർന്നൊരു കുടുംബമായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്കും ആ കുടുംബത്തിൽ ഭാഗമായി. അപ്പം എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടി അവസരം തന്നു. പിന്നെ എനിക്ക് വേറെ അത്യാവശ്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ, ഈ ബിസിനസ് സക്സസ് ആകുന്നതോട് പിന്നെ ഒത്തിരി പേരുടെ കാര്യങ്ങളുണ്ട്, ഒത്തിരി പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. അത് അക്നോളജ് അയക്കാൻ പറ്റത്തില്ല. എനിക്ക് പലരെയും എനിക്കറിയാവുന്ന 4-5 പേരുണ്ട്. കാരണം അവര് ഇതിന് കുറേ 10, 20, 22 വർഷം അധ്വാനിച്ച് അച്ഛനോട് കൂടെ ബിസിനസ്സറായി നിന്ന് എന്നോട് എനിക്ക് പറയുന്ന അച്ഛൻ എന്നോട് പറഞ്ഞുകൊണ്ട് അതിൽ അധ്വാനിച്ചായിരുന്ന ഒരു രാജാനുണ്ട്, പിന്നെ ഒരു പെന്നിയുണ്ട്, കൂടെ അതിന് ചേട്ടൻ്റെ മക്കളുണ്ട്, പ്രത്യേകിച്ചും റെജി, രാജി, ബിജു. ഇവരെല്ലാം അവരോട് നിന്ന് ബിസിനസ് സക്സസ് ആക്കാൻ ഒരു തുണയായിരുന്നു. അവരെല്ലാം ദൈവാനുഗ്രഹിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പം അതിലൊക്കെ ഉപരി എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ കുറച്ചൊരാളാണ് എപ്പോഴും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഞാൻ അവിടെ 4 ഇവരും എപ്പോഴും ചൊറച്ചലും പണക്കങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനില്ല, മത്തായിക്കോട്ടെ വിളിച്ചു മത്തായിക്കോട്ടെ ഞാൻ എവിടുന്നേലും കേൾക്കും. ചിലപ്പോൾ മിക്കവാറും ലേറ്റായിട്ടോ, ഒരു ദിവസം ലേറ്റ് ആണെങ്കിലും അവിടെ എന്താ വിളിച്ചത്. അപ്പം ഞാൻ ഇന്ന് ആലോചിക്കാറ്, നീ അറിയാമെന്ന് വിളിക്കാൻ പറ്റുമോ അവസരം ഇല്ലാതായി കാര്യം. ഞാൻ അച്ഛൻ്റെ വായന കേട്ട് അവരുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ ജീവിതവും കണ്ട് ഒത്തിരി ഞാൻ പഠിച്ചിട്ടും ദൈവസന്നിധിയിൽ അതിനെ സ്വാഗതം ചെയ്ത് വന്നിട്ടുണ്ട്. ഇവരെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ അക്നോളജ് ചെയ്യാതെ പോയാൽ ദൈവനാമത്തിൽ ഒരിക്കലും അത് ശരിയല്ല. കാരണം അച്ഛൻ്റെ ജീവിതത്തിൽ വിദ്യ